ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മുട്ടയും ഉരുളക്കിഴങ്ങും കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയ, എന്നാൽ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എപ്പോഴും പറയും പോലെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും കൂടെ ചെയ്യണം. നിങ്ങളെ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ ഇടണം. ഓക്കെ, അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് 2 സവാള കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ 4 മുട്ടക്കാണ് ആക്കുന്നത്. മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പില്ല. അപ്പം സവാള എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് അരിയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റ് ഉണ്ടായി, അതും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ക്യാരറ്റ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു പച്ചമുളക് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആയതുകൊണ്ടും ഞാൻ ഒറ്റൊരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും ഇഞ്ചിയും പച്ചമുളകും കൂടെ നന്നായിട്ട് ചതക്കുന്നുണ്ട്. അപ്പോഴേക്കും പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് എണ്ണ ചൂടായതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും ക്യാരറ്റും നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ 4 ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തത്. നന്ന വലിപ്പമല്ല എങ്കിൽ നന്ന ചെറുതുമല്ല, ഒരു ഇടത്തരം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തത്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ബ്രെഡ് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 6 ബ്രെഡാണ് ഞാൻ എടുത്തത്. പക്ഷേ എന്നിട്ടും ബ്രെഡ് ബാക്കിയുണ്ടായിട്ടോ പൊടിച്ചത്. നമുക്കിത് ബ്രെഡ് ക്രംസിലോ അല്ലെങ്കിൽ സേമിയ കൂലി, അതും അല്ലെങ്കിൽ ഓട്സ്, അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് ഇത് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളി നന്നായി വഴന്നതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ഞാൻ ഇടുന്നില്ല. കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇടുന്നവർക്ക് ഇടാം. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിക്ക് കൊടുക്കുന്നതുകൊണ്ട് അധികം എരിവുള്ളതാക്കുന്നില്ല. പിന്നെ ഒരു വറ്റൽമുളക് നല്ല എരിവുള്ള വറ്റൽമുളകാണ്. അത് ഞാൻ കുത്തിയിട്ട്, അതായത് അത് പൊടിച്ചിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലും കൂടെ കുഞ്ഞുകുഞ്ഞാന്ന് അരിഞ്ഞിട്ടും അതും കൂടെ അതിൽ ചേർത്തിട്ട് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. കുഞ്ഞ് സ്കൂളും വിട്ടിട്ട് വരാനാവും ചെയ്ത് ചടപടാന്ന് പറഞ്ഞിട്ട് ആക്കുന്നതാണ്. അധികം ചൂടുള്ളത് കൊണ്ട് പിന്നെ ഞാനത് കുറച്ച് നേരം ഫാനിൻ്റെ കീഴിൽ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം തണിഞ്ഞ ശേഷമാണ് പിന്നീട് അതിൽ തൊലി കളഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഒരു മുട്ട മതി കേട്ടോ. ഒരു മുട്ട എടുത്തിട്ട് തന്നെ 4 മുട്ടക്ക് ഒരു മുട്ടയുടെ മിക്സ് മതി. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ കുറച്ച് ബാക്കിയുണ്ടായി. ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ മസാലയുടെ പരുവം. നമ്മൾ 2 സവാളക്കാണ് നമ്മളിത് എടുത്തിട്ടുണ്ടായിന്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം നമുക്ക് ഉടച്ചിട്ട് അത്രയും കട്ടി കുറഞ്ഞ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു തരി പോലും ഇല്ലാണ്ട്
കുത്തിയെടുക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം നിങ്ങൾ കുത്തിയെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച ഈ മസാല ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മുട്ടര തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ സ്റ്റിക്ക് കുത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാം ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടായിട്ടില്ല, ഞാൻ എന്നിട്ട് മുറ്റത്തുനിന്നൊരു കമ്പ് പറിച്ചിട്ട് അങ്ങനെ അത് കഴുകി വൃത്തിയാക്കി ചെത്തിയിട്ട് അങ്ങനെ ആക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ 3 മുട്ടക്ക് മാത്രമേ ഞാൻ സ്റ്റിക്ക് കുത്തുന്നില്ല, ഒരു മുട്ടയ്ക്ക് ഞാൻ സ്റ്റിക്ക് കുത്തുന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ ആക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. മക്കൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിന്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുത്താൽ ഇതെല്ലാം നല്ലോണം കഴിക്കും. അപ്പം ഈ മുട്ടയുടെ മുകളിൽ നമ്മൾ നേരത്തെ ആക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നന്നായിട്ട് എത്രത്തോളം നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം നമ്മൾ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത്. അതിന് ശേഷം നേരത്തെ ആക്കി വെച്ച മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് കൂടെ മുക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരുന്നതാണ്. ഓൾറെഡി ഉരുളക്കിഴങ്ങും അതുപോലെ മുട്ടയും ഒക്കെ വെന്തതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെയുള്ള ചെറിയ വീഡിയോയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.